നമസ്കാരം, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ ശരീരത്തിലെ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷക ഘടകമാണ് വൈറ്റമിൻ ഇ എന്നുള്ളത്. ഒത്തിരിയേറെ വൈറ്റമിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒത്തിരി വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മൾ പലവിധ DIYs സ്കിൻ കെയറിലും ഹെയർ കെയറിലും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത് മാത്രമാണോ ഇതിൻ്റെ ഗുണങ്ങൾ? അല്ല കേട്ടോ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി വ്യവസ്ഥയെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനു പുറമെ നമ്മുടെ കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ ആരോഗ്യത്തിനും കൂടെ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയുടെ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെലറ്റൽസിനും അതുപോലെ കാർഡിയാക് സ്മൂത്ത് മസിൽസിനും ഇതിനൊക്കെ തന്നെ ഒരു സ്ട്രക്ചർ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഇക്ക് വളരെ നല്ലൊരു പങ്കുണ്ട്. അപ്പം പറഞ്ഞു വന്നത്, നമ്മളിത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായാലും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റുകൾ എടുക്കാറുണ്ട്. നെർവ് സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒന്നുകൂടിയാണ് വൈറ്റമിൻ ഇ. ഈ വൈറ്റമിൻ ഇ ഇവിയോൺ ടാബ്ലറ്റ്സ് നമ്മൾ DIYസിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ച് ഇത് അങ്ങനെ ഉപയോഗിച്ചാൽ ഗുണമില്ല എന്നല്ല, ഒത്തിരി ഗുണമുള്ള ഒന്ന് തന്നെയാണ് വൈറ്റമിൻ ഇ. ഇത് നമ്മുടെ സ്കിന്നിൽ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാലും പുറമേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ തന്നെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി പലപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ ഒരുവിധം എല്ലാ ഡാമേജിനെയും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വൈറ്റമിൻ തന്നെയാണ്. പ്രത്യേകിച്ചും ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനം മൂലമൊക്കെ സ്കിന്നിന് ഉണ്ടാവുന്ന കോശങ്ങൾക്ക് ഉണ്ടാവുന്ന ഡാമേജ് ആയാലും അല്ലെങ്കിൽ UV റേഡിയേഷനിൽ നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങളോ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങളോ കരുവാളിപ്പ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇതിന് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് നേരത്തെ വരുന്ന ഏജിങ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ കുറയ്ക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി പൊതുവെ കുറവാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ ഉണ്ടാവാറ്. ഇത് എപ്പോഴും തന്നെ ഇതിൻ്റെ ആഗിരണം കുറഞ്ഞു പോകുന്നത് കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമുക്ക് ഗ്രീസി ആയിട്ടുള്ള സ്റ്റൂൾസ് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പോകുന്നതും അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണം കിടക്കണം എന്നുള്ളൊരവസ്ഥ തോന്നുന്നതും ദേഹമൊക്കെ തന്നെ വേദന കൂടുതൽ അനുഭവപ്പെടുന്നത്, അതുപോലെ പ്രീമച്ചുറായിട്ടുള്ള ഏജിങ് കാണിക്കുന്നത്, പ്രായം എത്തുന്നതിന് മുൻപ് തന്നെ സ്കിന്നൊക്കെ തന്നെ വളരെ ചുളിഞ്ഞു പോകുന്നതും ബുദ്ധിമുട്ടുകളും ഒക്കെ കാണിക്കുന്നതും ഫൈൻ ലൈൻസ് കൂടുതൽ വരുന്നതും ചുക്കി ചുളിഞ്ഞതുപോലെയൊക്കെ തോന്നുന്നതും ഈ വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടാവാം. അതുപോലെ മിസ്കാരേജ് ഉണ്ടാവുന്ന സ്ത്രീകളിൽ, അതുപോലെ മസിൽ വീക്ക്നെസ്, ഇതൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ കുറഞ്ഞു വന്നോർത്ത് പെട്ടെന്ന് ഷോപ്പിൽ പോയി അത് വാങ്ങി കഴിക്കുകയല്ല കേട്ടോ. നമ്മുടെ വൈറ്റമിൻ ഇ ചെക്ക് ചെയ്ത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിൽ ഇതുപോലുള്ള വൈറ്റമിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഫേസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും വൈറ്റമിൻ ഇ ഇതുപോലെ ഇവിയോൺ ടാബ്ലറ്റ്സ് പൊട്ടിച്ചൊഴിക്കുന്നതും നല്ലതാണ്. അത് കുറച്ച് തിക്കായിട്ടുള്ള ഓയിലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ തന്നെ ഓപ്പൺ പോഴ്സ് ഉണ്ടാവുമല്ലോ, കുഴികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പോകാൻ അല്പം റോസ് വാട്ടറിൽ ഈ ഒരു വൈറ്റമിൻ ഇയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ആയിട്ട് ടോണറായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു pH മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല സ്മൂത്ത് ആൻഡ് പ്ലഫി ആയിട്ട് സ്കിന്നിനെ സംരക്ഷിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, നമുക്ക് ഹെയർ റൂട്ട്സ് വളരെയധികം ക്ഷീണിതരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക, നേർത്ത് വരിക, ആ ഒരു ആരോഗ്യം ക്ഷയിച്ചതുപോലെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കാരിയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഈ ഫോളിക്കിൾസ് നല്ല ശക്തിയോടെ വളരാൻ വേണ്ടി സഹായിക്കും. ഇനി ഇത് പുറമേക്ക് അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല, നാച്ചുറൽ വഴിയിലൂടെ നമുക്ക് വൈറ്റമിൻ ഇ സ്വന്തമാക്കാൻ പറ്റിയ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലാണ് വെജിറ്റബിൾ ഓയിൽസ് നമുക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ സീഡ് ഓയിലുകൾ, സൺഫ്ലവർ ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ കിട്ടുന്നത് പ്യുവർ ആയിട്ടുള്ള ഓയിലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സോയാബീൻ ഓയിലുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോണ് ഇതിൻ്റെ ഓയിൽ, അല്ലെങ്കിൽ മുട്ട ഉപയോഗിക്കാം കഴിക്കാൻ വേണ്ടിയിട്ട്. സ്പിനാച്ച് രൂപത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നട്ട്സുകൾ, ഹേസൽ നട്ട് അല്ലെങ്കിൽ ബദാം പോലുള്ള നട്ട്സുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സെറീൽസും ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് തക്കാളി പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, പച്ചക്കറികൾ, അതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. വൈറ്റമിൻ ഇയുടെ സോഴ്സാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതല്ലാതെ നമുക്കിത് RBC റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഫോർമേഷൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ A, K,
അയൺ, സെലീനിയം തുടങ്ങിയിട്ടുള്ളവയുടെയൊക്കെ തന്നെ അബ്സോർപ്ഷനും കൂടെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഇയുടെ ആവശ്യകത സ്വാഭാവികമായും ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റിലൂടെയോ കഴിക്കാൻ പറ്റും. ഈ വൈറ്റമിൻ ഇ ശരീരത്തിൽ ഒന്നിലധികം ആരോഗ്യ ഗുണങ്ങളുള്ളതിനാൽ ഇത് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കണം എന്നുള്ളതാണ്. വൈറ്റമിൻ ഇ മുടിക്കും ചർമ്മത്തിനും ഗുണം ചെയ്യും. ആയതിനാൽ ഇത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിലും മുടി സംരക്ഷണത്തിലും ദിനചര്യയിലും ചേർക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു മുൻകരുതൽ എന്ന നിലയിൽ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പതിവായി ഉപയോഗിക്കുന്ന മറ്റു ചില മരുന്നുകളോടൊപ്പം വൈറ്റമിൻ ഇ കഴിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്തുള്ള ഒരു അഡ്വൈസ് പ്രകാരം മാത്രമേ ഇത്തരം സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ വെളിച്ചെണ്ണയായാലും സൺഫ്ലവർ ഓയിലായാലും ഇതുപോലുള്ള ഓയിലുകൾ, നെയ്യൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. ഇതൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ ചീര ഉണ്ടല്ലോ, പല കളറിലുള്ള ചീര, ഇതൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ്. അതിനു പുറമെ മത്തൻ, നമ്മൾ ഉപയോഗിക്കുന്ന പംകിൻ എന്നുള്ളതും ധാരാളമായിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് സൂപ്പ് രൂപത്തിലോ അല്ലെങ്കിൽ കറി രൂപത്തിലോ ഏതെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡെയിലി എന്നുള്ളത് പോലെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുന്നത് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള ലക്ഷണങ്ങളും അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ അബ്സോർപ്ഷൻ കുറഞ്ഞാലുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസിൽ വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നത് വളരെ നല്ല വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലുള്ള ചില പൊടിക്കൈകൾ അല്ലെങ്കിൽ DIYs ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് ഒത്തിരിയേറെ മാറ്റങ്ങൾ സ്കിന്നിലും ഹെയറിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വൈറ്റമിൻ ഇ എവിടെ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതുപോലുള്ള ആഹാര പദാർത്ഥങ്ങൾ ദിവസേന നമ്മുടെ ആഹാരത്തിൽ കൊണ്ടുവരാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇത്തരം വൈറ്റമിൻസ് എല്ലാം തന്നെ നമ്മുടെ ഓരോ ദൈനംദിന പ്രവൃത്തികൾക്ക് നമ്മുടെ ബോഡിയെ അത്രയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, നമ്മുടെ കോശങ്ങളെ അത്രയേറെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം അതിനെ ഒഴിവാക്കി കളയരുത്. പലപ്പോഴും ഇത് ശരീരത്തിൽ കുറയുന്നതോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന അവസ്ഥ കുറയുന്നതോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ആ സമയത്ത് ഒരുപാടേറെ ലക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ശരീരം കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള സൊല്യൂഷനാണ് വൈറ്റമിൻ ഇ എന്നുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.